സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ സ്റ്റോറി മാംഗോ ആയിട്ടോ നമ്മുടെ താരം. ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, അനേബ്രങ്ങളുടെ വീട്ടില് മാവുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ സീരീസ് ആയിട്ട് ഇട്ട പോലെ ആട്ടോ ഇങ്ങനെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അങ്കിള് നെറ്റുള്ള ഒരു തോട്ടി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക, താഴെ വീഴുമ്പോൾ പൊട്ടാതിരിക്കുക. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ നൊസ്റ്റ് വിളിച്ചു. ഞാൻ കൊച്ചിനെ കൂട്ടി ഓടി അങ്കിളുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ രണ്ട് വലിയ ഇരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങളെന്താ വലിച്ചു എന്ന് പറയും. അപ്പൊ പുള്ളി ഒരു ബക്കറ്റില് പറിക്കുന്നു, എടുത്തിടുന്നു. എന്റെ മോനെ ഞാൻ അപ്പൊ തന്നെ ആലോചിക്കാം കേട്ടോ. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട് കോട്ടയത്തായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ വാതിക്ക് ഒരു മൂവാണ്ടമാവുണ്ട്. മൂവാണ്ടമാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നൊസ്റ്റു ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പഴുക്കുമ്പോൾ നല്ല പച്ചക്കാണെങ്കിലും പഴുക്കുമ്പോഴാണെങ്കിലും ചൊലച്ചാലും എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടമാട്ടോ അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് അധികം നേരം ഒന്ന് സിനിമ കാണാൻ സമ്മതിക്കില്ല. അതുപോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും എന്റെ ബ്രദേഴ്സും കൂടി ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാണുക, ഈ മാവിൽ കിടക്കുന്ന കാണുക. എറിഞ്ഞിടുന്നു, പെറുക്കുന്നു, ഉപ്പ് മുളക് എല്ലാം കൂട്ടി കഴിക്കുന്നു. എന്റെ പുണ്യ ഒരു രക്ഷയില്ല. ഞാനിപ്പോ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ ഞാനിങ്ങനെ മാവിലൊക്കെ മാങ്ങ ഇങ്ങനെ കയ്യെത്തി പറിക്കാവുന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഒരു മാങ്ങ പോലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനി പറിക്കാൻ പറ്റാത്ത അങ്ങ് തുഞ്ചത്തായിരിക്കും. മനസ്സിലായോ? അതുപോലെ മഴ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ സൈഡിലായിട്ട് ഒരു ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. ചെപ്പി കുടിക്കുന്ന മാങ്ങയുണ്ടല്ലോ, പഴുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കാറ്റ് വരുമ്പോ ഈ മാവിന്ന് ഇങ്ങനെ വീഴും, പട്ടപ്പട്ടേന്ന് പറഞ്ഞ് വീഴും. ഞങ്ങൾ പിള്ളേരെ സെറ്റ് എല്ലാരും കൂടെ ഒട്ടി ചെന്നിട്ട് ഇങ്ങനെ കവറിൽ പെറുക്കും. ഇതെല്ലാം കൂടെ കഴുകി മഴ പെയ്യുമ്പോൾ ഇതും കഴിച്ചുകൊണ്ട് മഴയും നോക്കി ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. അതൊക്കെ ഒരു വെക്കേഷൻ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ മോനെ കൊണ്ട് ഇന്ന് ഞാൻ മാങ്ങ പറിക്കേണ്ടത് ഞാനിങ്ങനെ തോട്ടിയിട്ട് വലിപ്പിച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഏണി ചാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു, ഇവിടെ ചാടി ആ മരത്തിൽ കയറ്, നീ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഈ പ്രായത്തിലല്ലേ നമ്മൾ മാവേലൊക്കെ കയറേണ്ടത്. അല്ലാതെ നമ്മൾ കുറെ വലുതായിട്ട് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങളും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവരാണോ? പറയണേ.